നമ്മുടെ കൂടെ ഇപ്പോൾ മന്ത്രി എം.ബി. രാജേഷാണ് ഉള്ളത്. എന്തായാലും നമുക്ക് വടകരയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഈ വടകരയിൽ ഒരു കോലീബി സഖ്യം എന്നുള്ള രീതിയിലാണ് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ വസ്തുത എത്രത്തോളമാണ്? വടകര മാത്രമല്ല, വടകര ആലപ്പുഴ ഒരു പാക്കേജ് ആണ്. അത് കേരളത്തിൽ വ്യാപകമായി ഒരു കോലീബി സഖ്യത്തിനുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസ് BJP സഖ്യത്തിനുള്ള ഒരു അജണ്ടയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ UDF കഷ്ടിച്ച് ജയിച്ച ഒരു സീറ്റാണ് പാലക്കാട് അസംബ്ലി സീറ്റ്. അവിടെ BJP ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത്. അത്തരമൊരു സീറ്റിലെ സിറ്റിംഗ് MLA വടകരയിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? വടകരയിൽ ഞങ്ങളെ സഹായിച്ചാൽ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലും പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അക്കൗണ്ട് തുറക്കാൻ അസംബ്ലിയിലും ഞങ്ങൾ തിരിച്ചു സഹായിക്കാം എന്നതാണ്. സാധാരണഗതിയിൽ ഇത്ര കടുത്ത മത്സരം നടന്ന, നേരിയ വ്യത്യാസത്തിൽ ജയിച്ച ഒരു മണ്ഡലത്തിൽ അവിടെ നിന്നുള്ള സിറ്റിംഗ് MLA കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നു. അപ്പം അത് വലിയൊരു അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഈ പാക്കേജ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? KC വേണുഗോപാൽ മത്സരിക്കാൻ വരുന്നതോ? രാജ്യസഭയിലെ സീറ്റ് അദ്ദേഹത്തിന് ജയിച്ചാൽ ഉപേക്ഷിക്കേണ്ടി വരും. അദ്ദേഹം രാജിവെച്ചാൽ ജയിക്കുന്നതാരാ? BJP ആണ്. BJP ജയിച്ചാൽ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷമാണ്. അപ്പം BJPയെ സഹായിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്താ? എന്താണ് ഇവിടെ വന്ന് മത്സരിക്കുന്നതിന്റെ ഉദ്ദേശം? അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടി അറിവോടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒന്നാണ് ഈ ആലപ്പുഴയിലും പാലക്കാട്ടും വടകരയിലുമൊക്കെ BJP വോട്ടുകൾ വാങ്ങാൻ ഉള്ള, ആലപ്പുഴയിലും വടകരയിലും BJP വോട്ടുകൾ വാങ്ങുക, പാലക്കാട്ട് BJP തിരിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപജാപം ഇത് നടന്നതായിട്ട് വേണം സംശയിക്കാം. ഈ ബേപ്പൂരൊക്കെ മുമ്പും ഇതേപോലെ തന്നെ ഈ കോലീബി സഖ്യത്തിനെതിരെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായതാണ്. ഇപ്പം നമുക്കറിയാം, കോഴിക്കോട് വലിയ ചർച്ചയായിരുന്നു. വടകര പോലുള്ള ഒരു സ്ഥലത്ത്, ശക്തമായ ഒരു മത്സരം നടക്കുന്ന സ്ഥലത്ത് മുരളീധരൻ മാറുമ്പോൾ അത്രത്തോളം ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരണം എന്നുള്ളതുകൊണ്ടാണ് ഷാഫിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയെന്നാണ് UDF പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, പാലക്കാട്ട് BJPയും UDFും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമാണ് നിൽക്കുന്നത്. അത്തരമൊരു സ്ഥലത്തെ സ്ഥാനാർത്ഥിയെ എന്തിനും അവിടെ കൊണ്ടുപോയി നിർത്തും? ശക്തരായ സ്ഥാനാർത്ഥി വേറെ ഉണ്ടല്ലോ, UDFന് നിർത്താമല്ലോ. കൊണ്ടുപോയി നിർത്തുമ്പോൾ അതെന്താണ് ഉദ്ദേശം? നിങ്ങൾക്കിതാ LDF പൂട്ടിച്ച അക്കൗണ്ട് തുറക്കാൻ ഞങ്ങളൊരു സഹായം തരാം എന്ന മെസ്സേജാണ് BJPക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. ആ മെസ്സേജാണ്. പാലക്കാട് അങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വാധീനം കൂടുതൽ അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ഒരു ബൈ ഇലക്ഷൻ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പഴയ വടകര ബേപ്പൂർ മോഡലിന് സംഭവിച്ചത് എന്താണോ അത് ഇവിടെയും സംഭവിക്കും. ആളുകൾക്ക് അത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും. UDF വടകരയിലേക്ക് അയച്ച സ്ഥാനാർത്ഥിയെ വടകരക്കാർ സുരക്ഷിതമായി തിരിച്ച് പാലക്കാട്ടെത്തിക്കും. അപ്പോൾ മട്ടന്നൂരാണോ അതോ പിന്നെ പാലക്കാടാണോ ബൈ ഇലക്ഷൻ നടക്കുക? ഞാനതാ പറഞ്ഞത്, UDF വടകരയിലേക്ക് അയച്ച സ്ഥാനാർത്ഥിയെ BJPക്ക് പാലക്കാട്ട് അക്കൗണ്ട് തുറക്കാൻ ഉള്ള അജണ്ടയുമായി വടകരയിലേക്ക് അയച്ച സ്ഥാനാർത്ഥിയെ സുരക്ഷിതമായിട്ട് വടകരക്കാർ തിരിച്ച് പാലക്കാട്ടെത്തിക്കും. എന്തായാലും മന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളിൽ ഉറച്ച നിൽക്കുകയാണ്. അതായത് ഒരു കോലീബി സഖ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ വടകരയിൽ ഒരു പാക്കേജാണ് നടന്നിട്ടുള്ളത്. ഒരു ആലപ്പുഴ വടകര കോലീബി സഖ്യം, അതായത് ബേപ്പൂർ വടകര കോലീബി സഖ്യത്തിന്റെയൊക്കെ സമാനമായ രീതിയിലുള്ള ഒരു കോലീബി സഖ്യം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് മന്ത്രി എം.ബി. രാജേഷ് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S. വിനേഷ് കുമാർ, News 18 പാലക്കാട്.